അതെ, എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. പുതിയ നിയമം അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ വിവിധ ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൽ വിവിധ ഭാഷകളെക്കുറിച്ച് എന്താണ് പറയുന്നത്? അന്നത്തെ വിവിധ ഭാഷകൾ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പോഴുമുണ്ടോ അതോ ഉപേക്ഷിച്ചിട്ടുണ്ടോ? സഹോദരി, ഭാഷകളെ കുറിച്ചാണ് ചോദിച്ചത്. ഏത് പരാമർശത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. ബൈബിളിൽ ധാരാളം സ്ഥലത്ത് ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുർആനും ഭാഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ നന്നായി ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. സാധാരണയായി ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഭാഷകളെ പറയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ അതിൽ പറയുന്നു, ഏതൊരു വിശ്വാസിക്കും വിദേശ ഭാഷകൾ മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കും. ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വിദേശ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കും. അതാണ് ഞാൻ വില്യം ക്യാമ്പലുമായി നടത്തിയ സംവാദത്തിൽ ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് ഇന്ത്യയുടെ 100 രൂപ നോട്ട് നൽകി. ഇന്ത്യൻ 100 രൂപ നോട്ടിൽ താങ്കൾക്കറിയുന്നത് പോലെ 22 ഔദ്യോഗിക ഭാഷകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ 100 റുപ്പീസ് എന്നും ഹിന്ദിയിൽ 100 റുപ്പയെ എന്നും വായിച്ചു. ഒരു വിശ്വാസിയാണെങ്കിൽ ബാക്കി 20 ഭാഷകൾ എഴുതിയത് വായിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് സാധിച്ചില്ല. ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഭാഷകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഖുർആനിനെ 30-ാം അധ്യായം റൂം 22-ാം വചനത്തിൽ പറയുന്നു, ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. അങ്ങനെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയും. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. വീണ്ടും ഖുർആൻ പറയുന്നു, അന്ത്യനാളിൽ നിങ്ങളുടെ നാവുകളും കൈകളും മറ്റു അവയവങ്ങളും നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. നിങ്ങൾ എന്തു ചെയ്തു, എന്തു തെറ്റു ചെയ്തു, അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നുണ്ട്. ഭാഷയെക്കുറിച്ചും ഒരു വിശ്വാസിയെ എങ്ങനെ പരീക്ഷിക്കുമെന്നതിനെക്കുറിച്ചും ഖുർആനിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ബൈബിളിലും ധാരാളം പരാമർശങ്ങളുണ്ട്. സഹോദരി, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നന്ദി. എന്റെ അവസാന ചോദ്യം. എനിക്കൊരു മുസ്ലിം സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നോട് ബൈബിൾ പഴയ നിയമം വായിക്കാൻ നിർദ്ദേശിച്ചു. പഴയ നിയമം വായിച്ച ശേഷം ഖുർആൻ വായിക്കാൻ പറഞ്ഞു. അള്ളാഹു നൽകിയ അവസാന സന്ദേശം ഖുർആനാണെന്ന് താങ്കൾ പ്രത്യേകം പരാമർശിച്ചല്ലോ. താങ്കൾ മുസ്ലിം എന്ന നിലയിൽ എന്നോട് എന്താണ് നിർദ്ദേശിക്കുന്നത്? കാരണം എന്റെ മുസ്ലിം സുഹൃത്ത് പഴയ നിയമം വായിച്ചിട്ട് ഖുർആൻ വായിക്കാനാണ് പറഞ്ഞത്. സഹോദരിയുടെ ചോദ്യം, ഒരു മുസ്ലിം സുഹൃത്ത് ബൈബിൾ പഴയ നിയമം വായിച്ചിട്ട് ഖുർആൻ വായിക്കാൻ പറഞ്ഞു. സഹോദരി, ഇത് നിർബന്ധമില്ല. പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ പറയുകയാണെങ്കിൽ അവസാന നിയമം ഖുർആനാണ്. ക്രിസ്ത്യാനികൾ പഴയ നിയമം, പുതിയ നിയമം എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവസാന നിയമമാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പുസ്തകത്തിന് വ്യത്യസ്ത പതിപ്പുകളുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണമായി നിങ്ങൾക്ക് ഒരു മെഡിക്കൽ പുസ്തകം വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ധാരാളം പുസ്തകങ്ങൾ കാണും. ഒന്നിന് തന്നെ 1-ാം പതിപ്പ്, 2-ാം പതിപ്പ്, 3-ാം പതിപ്പ് എന്നിങ്ങനെ ഉണ്ടാവും. നിങ്ങൾ 1-ാം പതിപ്പാണോ വായിക്കുക അതോ ഏറ്റവും പുതിയ പതിപ്പോ? തീർച്ചയായും ഞാൻ ഏറ്റവും പുതിയതാണ് വായിക്കുക. ശരി, നിങ്ങൾക്ക് ശരിക്കും 1-ാം പതിപ്പ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഞാൻ 1-ാം പതിപ്പിന്റെ ഫാൻ ആണെങ്കിൽ പ്രശ്നമില്ല, ആദ്യം 1-ാം പതിപ്പ് വായിച്ചോളൂ, ശേഷം ഏറ്റവും പുതിയ പതിപ്പും വായിച്ചോളൂ. പഴയ നിയമവുമായി അത്രയും ബന്ധമുണ്ട്, അത്രയും അടുപ്പമുള്ളതാണെങ്കിൽ ഖുർആൻ 3-ാം അധ്യായം ആൽ ഇംറാൻ 64-ാം വചനത്തിൽ പറയുന്നു, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ളൊരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതാണ് ഞാൻ പറയുന്നത്. ഹൃദയവുമായി വളരെ അടുത്തതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പഴയ നിയമം വായിച്ച ശേഷം ഖുർആൻ വായിച്ചോളൂ. രണ്ടിലും സമമായുള്ളത് അംഗീകരിച്ചോളൂ. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ഖുർആനും വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ വേദങ്ങളിൽ പൊതുവായി വരുന്നത് ദൈവം ഏകനാണ്. അവൻ ആരാധനയ്ക്ക് അർഹനാണ്. അവന് ചിത്രമോ രൂപമോ ഇല്ല. യേശു അലൈഹിസ്സലാം ദൈവമല്ലെന്നും പറയുന്നു. ഇരുവേദങ്ങളും പറയുന്നു അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. സഹോദരി, ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? തീർച്ചയായും അതെ. സഹോദരി, ദൈവം ഒന്നേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ദൈവം ഒന്നേയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ദൈവമല്ലെന്നും എന്നാൽ ദൈവദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, യേശു ഒരു ദൈവദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, മുഹമ്മദ് അവസാന പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരി, ഇസ്ലാം സ്വീകരിക്കാൻ താങ്കളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ക്ഷമിക്കണം സഹോദരി, ഇസ്ലാം സ്വീകരിക്കാൻ താങ്കളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? അതെ. കാരണം ഒരാളെ മുസ്ലിം ആവാൻ നിർബന്ധിക്കൽ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അധിക രാജ്യങ്ങളിലും അത് നിരോധിച്ചിട്ടുണ്ട്. ദുബായിലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഒരാളെ മതം സ്വീകരിക്കാൻ നിർബന്ധിക്കൽ നിഷിദ്ധമായതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇസ്ലാം സ്വീകരിക്കുന്നത് സഹോദരി? അതെ, അതുകൊണ്ടാണ് ധാരാളം ചോദിച്ചത്. മാഷാ അല്ലാഹ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിങ്ങളെ ആരും പ്രലോഭിപ്പിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല. ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം പോലീസുകാർ CID വന്ന് ജാക്കിർ നായിക്ക് എത്ര ഡോളർ തന്നു എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് പരലോകത്തേക്കുള്ള പണമാണ് നൽകുന്നത്. പരലോകത്തേക്കുള്ള പണം സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. സഹോദരി, ഞാൻ അറബിയിൽ പറയും, അത് ഏറ്റു പറയും. ശരി. അഷ്ഹദു അഷ്ഹദു അല്ലാഹ് അല്ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാ വഅഷ്ഹദു വഅഷ്ഹദു അന്ന അന്ന മുഹമ്മദൻ മുഹമ്മദൻ അബ്ദുഹു അബ്ദുഹു വറസൂലുഹു. വർസൂലു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് ഒരു ദൈവമില്ല, ഒരു ദൈവവുമില്ല അല്ലാഹു അല്ലാതെ. അല്ലാഹു അല്ലാതെ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് പ്രവാചകൻ മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനും അല്ലാഹുവിന്റെ അടിമയുമാണ്. മാഷാ അല്ലാഹ്. സഹോദരി, ഇപ്പോൾ നിങ്ങൾ ഒരു മുസ്ലിമാണ്. നിങ്ങളുടെ പരിശ്രമം അല്ലാഹു സ്വീകരിക്കട്ടെ. താങ്കൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശം നൽകാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നന്മയുണ്ടാവട്ടെ, പരലോകത്ത് അല്ലാഹു സ്വർഗപ്രവേശനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. സഹോദരി, അസ്സലാമു അലൈക്കും. സഹോദര, എന്റെ പേര് ആൻബ്രീൻ. ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞാൻ ഈ ഇടെയാണ് ദുബൈയിലേക്ക് വന്നത്. സഹോദരി, നിങ്ങൾ മുസ്ലിമാണോ? അതെ, അൽഹംദുലില്ലാഹ്. എന്നാൽ അമുസ്ലിങ്ങൾക്ക് അവസരം നൽകുക. അവരുടേത് അവസാനിച്ചാൽ മുസ്ലിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിക്കാൻ അമുസ്ലിങ്ങളെ പരിഗണിക്കുക. അവർക്ക് ആദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് 2-ാം നമ്പർ മൈക്കിൽ അമുസ്ലിങ്ങളുണ്ടോ? 2-ാം നമ്പർ മൈക്കിൽ അമുസ്ലിങ്ങളുണ്ടോ? അമുസ്ലിങ്ങളില്ല. എൻ്റെ പേര് പേസോളറൻറ്റ്, കാമറൂണിൽ നിന്നാണ്. ഇവിടെ ദുബായിലെ ഒരു പ്രൈവറ്റ് കമ്പനി സെക്യൂരിറ്റി ചീഫാണ്. എനിക്ക് മുസ്ലിങ്ങളുമായി ചങ്ങാത്തമുണ്ട്. ഇസ്ലാമിനെ പറ്റി ധാരാളം അവർ പറയാറുണ്ട്.